നിങ്ങളൊരു EV വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ ടെക്നോളജി ഇനിയും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വെള്ളത്തിൽ ഉടനെ ട്രെയിൻ വരെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ഓലക്കുള്ള ബാറ്ററി ബോക്സ് ഞങ്ങൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുതിയ ബാറ്ററി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കോട്ടക്കൽ ചെനക്കലിൽ ഇനി കേരളം ഉറ്റുനോക്കുന്ന ഒരു ലോകം തന്നെ തുറന്നു കഴിഞ്ഞു. വളരെയധികം അതിശയത്തോടെയാണ് നിൽക്കുന്നത്. കാരണം ഇനാഗ്രേഷൻ പോലും ഫിക്സ് ചെയ്യാത്ത ഒരു സ്ഥാപനം ഇത്രയും വണ്ടികൾ റിപ്പയറിങ്ങിന് വരികയും അതിലുപരി 2 ബാച്ചുകളിലായി ക്ലാസ്സുകൾ നടക്കുന്നതും ആദ്യമായിട്ടായിരിക്കും. പ്രിയമുള്ളവരെ, പറഞ്ഞു വരുന്നത് EV വാഹനങ്ങളെക്കുറിച്ചാണ്, EV ടെക്നോളജിയെക്കുറിച്ചാണ്, EV ഓണിക്സിനെ കുറിച്ചാണ്. ചോദിച്ച് മനസ്സിലാക്കാം. വീൽസ് വർക്ക്ഷോപ്പും ഇവിയോണിക്സ് എന്നുള്ളതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. EV ടെക്നോളജി കംപ്ലീറ്റ് EV കുറിച്ചിട്ട് നമ്മളൊരു പ്രാക്ടിക്കലിന് കുട്ടികളെ ഇറക്കുന്നതിന് മുമ്പ് നമ്മളെ വർക്ക്ഷോപ്പിൽ നിന്ന് തിയറി ക്ലാസ് കഴിഞ്ഞൊരു ടൈമിൽ ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്ത് ഒരു വണ്ടികളെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം വർക്ക്ഷോപ്പ് ഫീൽഡിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിങ് കാലാവധി കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ഇങ്ങനെ ഇപ്പോൾ ഓലയെന്നായാലും ഏതർന്നായാലും TVS എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ സാധാ ബൈക്ക് വർക്ക്ഷോപ്പിലൊക്കെ പണി ജോലിക്കൊക്കെ ഇതിൻ്റെ ബാറ്ററി കണക്ഷൻ എങ്ങനെ കൊടുക്കണം, അതേമാതിരി കൺട്രോളിന് എന്താ, MCU എന്താ, ECU എന്താ, അതൊന്നും അറിയില്ല. ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നതോട് കൂടി തന്നെ എക്സ്പീരിയൻസും കൂടി ഉണ്ടാവുമായിരിക്കും. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാൻ വളാഞ്ചേരി കാവുമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് 2019 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഏതൊക്കെയായിരുന്നു വണ്ടികൾ? അന്ന് നിലവിലുണ്ടായിരുന്ന വണ്ടി മഹേന്ദ്രന്റെ, ടാറ്റന്റെയും വണ്ടികളാണ്. ടാറ്റന്റെ വണ്ടിനെക്കാട്ടും കൂടുതൽ അന്ന് മഹേന്ദ്ര E2 എന്ന് പറഞ്ഞൊരു വണ്ടി ബാംഗ്ലൂർ ബേസ് IT കമ്പനികൾക്ക് ടാക്സി ഇതിൽ ഓടിയിട്ട് ഉണ്ടായിരുന്ന വണ്ടിയാണ്. അവിടുന്ന് കൊടുന്ന് റീസ്റ്റോർ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു. പിന്നെ മഹേന്ദ്രനെ വെറിറ്റോ എന്ന് പറഞ്ഞ വണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ ടാറ്റന്റെ ടിഗോർ പറഞ്ഞിട്ട് ഇപ്പൊ നിലവിൽ ഇറങ്ങുന്ന വണ്ടിയല്ല, വേറെ ടൈപ്പ് വണ്ടി 72 വോൾട്ടിന്റെ ഇലക്ട്ര ടെക്നോളജി വണ്ടിയുണ്ട്. അതിന്റെ വർക്കുകൾ നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ അങ്ങനെ ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നെക്സോണ് വർക്ക് വരാൻ തുടങ്ങി. അതിനെ കുറിച്ച് പഠിച്ചെടുത്തിട്ട് EVക്ക് ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട് മറ്റുള്ള ഫ്യൂവലിനേക്കാളൊക്കെ. ഫ്യൂച്ചർ ഫ്യൂവൽ തീർച്ചയായിട്ടും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊന്ന് റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാലോ, ഏകദേശം ഒരു ആദ്യം എല്ലാ കമ്പനിക്കാരും ഇറക്കി ഇപ്പൊ ഇപ്പൊ പറയുന്നുണ്ട് ഈ എത്തനോളിന്റെ ഒക്കെ യൂസേജ് കാരണം പെട്രോൾ എഞ്ചിനുകൾ പെട്ടെന്ന് പണിയാവുന്നുണ്ടല്ലോ. അപ്പൊ അത് കാരണം ഈ പ്രൈവറ്റ് വണ്ടികൾക്കൊക്കെ നല്ലത് EV ആയിരിക്കും. കാരണം CNG കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ ഫില്ല് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. 10,000 കിലോമീറ്ററിന്റെ ഇടയിൽ ഓരോ മെയിൻ്റെനൻസ് വരുന്നുണ്ട്. ആ മെയിൻ്റെനൻസ് കോസ്റ്റും ഈ പെട്രോളും രണ്ടും പാടെ CNG പാടെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഇത് ടാലിയായി വരും. അപ്പൊ പിന്നെ റിസ്ക് എടുത്തിട്ട് എന്ത് CNG പമ്പിൽ പോയിട്ട് ഈ പമ്പിലുണ്ടോ എന്ന് നോക്കി ഇറക്കേണ്ട ആവശ്യമില്ല. ആളുകൾ വിചാരിക്കും പോണ വഴിയിലൊക്കെ ചാർജർ വേണമെന്നാണ്. പക്ഷെ അതിപ്പോ ഡെയിലി ഒരു 100 അല്ലെങ്കിൽ 200 കിലോമീറ്റർ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ ചാർജറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അവന്റെ വീട്ടിൽ രാത്രി പാർക്ക് ചെയ്യുന്ന സമയത്ത് ചാർജിലിട്ടാൽ രാവിലെ എടുത്ത് ഓടാനും. പെട്രോൾ പമ്പിൽ പോയിട്ട് ഫ്യൂവല് അടിക്കണമെന്നുള്ള വീട്ടിൽ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് എടുത്ത് പോയി അടിക്കല്ലേ. ഇപ്പോൾ ടെക്നോളജി ഇനിയും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വെള്ളത്തിൽ ഉടനെ ട്രെയിൻ വരെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. EV ഒരു ഭാവി ഉണ്ട്. എന്തായിരിക്കും ഇതിലേക്ക് ഇറങ്ങാനുള്ളൊരു? ഞാൻ ഇലക്ട്രോണിക്സ് ആയിരുന്നു. പിന്നീട് ഇങ്ങനെ ഈ വണ്ടികളോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വണ്ടികളുടെ ECM റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോകുമായിരുന്നു. വണ്ടികളൊക്കെ നമുക്ക് ചെയ്യാം, ഏകദേശം ബേസിക് ഇതാണെന്നുള്ളതിൽ. പിന്നെ നമ്മൾ ട്രെയിനിങ്ങിനായിട്ട് പുറത്തൊക്കെ പോയി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബാറ്ററി പ്രൊഡക്ഷനൊക്കെ ലാർജായിട്ട് തുടങ്ങണം. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരോലൻ്റെ ബാറ്ററി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് ഏകദേശം 2 ദിവസം ഒക്കെ ടൈം വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെഷീൻ വരാനുണ്ട്. ഏകദേശം കുറച്ച് കോസ്റ്റ്ലിയാണ്. ഓട്ടോമേഷനാണ് ഫുള്ള്. അത് കമ്പനി ഉണ്ടാക്കുന്ന അതേ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ റീവർക്ക് എടുക്കുന്നത്. ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബാറ്ററിയിലാണ്. ഇപ്പോൾ ടാറ്റ നെക്സോണിന്റെ ബാറ്ററി 320 കിലോമീറ്റർ ഓടുന്ന പറഞ്ഞാൽ ഇറക്കിയ ഫസ്റ്റ് വണ്ടി ആകെ 150-200 കിലോമീറ്ററിന്റെ താഴെ ഓടാൻ പറ്റുന്നുള്ളൂ. ഞങ്ങളൊരു R&D ചെയ്തിട്ടുണ്ട്. അത് സക്സസ് ആണ്. അപ്പോൾ അതിന്റെ ലീഗൽ വശങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കമ്പനി 150-200 ഉള്ളിൽ ഓടുന്ന വണ്ടീനൊക്കെ ഒരു കമ്പനി പറഞ്ഞാൽ 320 തന്നെ തിരിച്ചെത്തിക്കാൻ പറ്റുന്നുണ്ട്.
വാറന്റിനെ ബാധിക്കും നിങ്ങളുടെ അതിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ? നമ്മളിപ്പോ വാറന്റി കഴിഞ്ഞ വണ്ടികൾക്ക് വാറന്റി കഴിഞ്ഞ വണ്ടികൾക്ക് ഇപ്പൊ നിങ്ങൾ സൊല്യൂഷൻ കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ ഓൾറെഡി ഡെഡ് ആയി കിടക്കുന്ന വണ്ടികൾക്ക്. അതെ. പിന്നെ കോസ്റ്റ് കമ്പനിയിൽ നിന്ന് ഇപ്പൊ ബാറ്ററി ബോക്സ് ഒന്നാകെ മാറണം പറയും. നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഏത് ബാറ്ററിയാണോ കംപ്ലൈന്റ്, ഏത് മൊഡ്യൂൾ, അതിൽ ഓരോ മൊഡ്യൂളായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. മാക്സിമം ഫസ്റ്റ് ജനറേഷൻ വണ്ടിയുള്ള 600 സെല്ലാണ്. അത് 15 H സെല്ല് വെച്ചിട്ടാണ്. അതിന്റെ ഇടയിൽ ഓരോ മൊഡ്യൂള് വീക്ക് ആകുമ്പോൾ മറ്റുള്ള ബാറ്ററികളെ വെച്ച് അപേക്ഷിച്ച് വീക്കായി വരുമ്പോഴാണ് ഈ കിലോമീറ്റർ ഷോർട്ടേജ് വരുന്നത്. അപ്പൊ ആ മൊഡ്യൂള് മാത്രം മാറി മാറിയാൽ മതി. ആ ബാറ്ററി മാത്രം ചെറിയ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും. കമ്പനി ഇപ്പൊ ഒന്നാമത് റീപ്ലേസ് ചെയ്യാൻ പറയുന്നതിന് പകരം നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഓല ബൈക്കിന്റെ ഒക്കെ നമ്മളിപ്പോ അങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഓല ബൈക്കിലൊക്കെ മെയിൻ ആയിട്ട് ഇപ്പൊ എന്താ വെച്ചാല് പലവരും പല ഐഡിയക്ക് ചെയ്യുന്നുണ്ട്. പൊളിച്ചിട്ട് അതിന്റെ മേലെ ഒരു കോപ്പറിന്റെ കമ്പിയൊക്കെ വെച്ച് കെട്ടി സോൾഡർ ചെയ്തിട്ടൊക്കെ. ഇത് ഡേഞ്ചർ പരിപാടിയാണ്. എന്നുവെച്ചാൽ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂം ഡിസ്ചാർജിങ്ങും അതിൽ പഴയ കിടക്കുന്ന സെല്ലും പുതിയ വ്യത്യാസങ്ങളുണ്ടാവും. കയറ്റം കയറുമ്പോൾ ഓവർ ഹീറ്റ് വന്നിട്ട് ബൈക്ക് കത്താനും അതേമാതിരി തീരെ കിലോമീറ്ററിൽ മൈലേജ് കിട്ടാതിരിക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട്. ADC അറിയും, MCU പകരം ഓലയിൽ MCU അറിയും. മോട്ടോർ കൺട്രോൾ യൂണിറ്റ് ആണ് രണ്ടും. MCU പറയുമ്പോൾ മോട്ടോർ കൺട്രോൾ യൂണിറ്റ് എന്ന് തന്നെ പറയാം. ഇതിനെ ഒരു ഏതർ ഡ്രൈവ് സിസ്റ്റം ഇതിനെ നോക്കിയിട്ടാണ് ADC കൺട്രോൾ എന്ന് നടക്കുന്നത്. അപ്പോൾ വേറെ ഓരോ പേരിട്ട് വിളിക്കണം. പക്ഷെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഓലന്റെ MCU ആണ് കുറച്ചും കൂടി എന്താ പറയുക, കമ്പനീനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതിനു വേണ്ടി ഏതാണെങ്കിൽ റീപ്ലേസ് ചെയ്യാനേ എപ്പോഴും പറ്റുള്ളൂ. ആളുകൾ സർവീസ് സെന്റർ അത്രയും പക്കായിട്ട് പോണത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് അറിയുന്നില്ല. അത് ഏതൊരു നല്ലതാണെന്ന് പറഞ്ഞിട്ട് ക്യാഷ് കൊടുത്താലും നേരെ ഉണ്ടല്ലോ. ഓല ക്യാഷ് കൊടുത്താലും 4 മാസം കഴിഞ്ഞിട്ട് റിപ്ലൈ ചെയ്യുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ബാറ്ററി ഓലക്കുള്ള ബാറ്ററി ബോക്സ് ഞങ്ങൾ മൊത്തത്തില് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുതിയ ബാറ്ററി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 2 വീലറുകളിൽ ശരിക്ക് ബാറ്ററിക്ക് കൂളിംഗ് സിസ്റ്റം ഇല്ലാത്തത് കാരണമാണ് ഈ പറഞ്ഞ ഒരു ഫെയിലിയർ പറയാൻ കാരണം. 2 വീലറിനും ഓട്ടോറിക്ഷയിലും വരുന്ന 3 വീലറിനും വരുന്ന പ്രശ്നം തന്നെ കൂളിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ടില്ല. പക്ഷെ പിന്നെ അതൊരു നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോണ ആളുകൾക്ക് ഓല വെയിറ്റും ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഓഫാക്കലും ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് ഇപ്പം നിലവിൽ ഇങ്ങനെ നിന്ന് പോണത്. കൂളിംഗ് സിസ്റ്റം നല്ലൊരു കൂളിംഗ് സിസ്റ്റം, എന്തെങ്കിലും ഒരു എയർ കൂളിംഗ് സിസ്റ്റം ബാറ്ററിക്ക് ഉള്ളിലേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളത് ഏകദേശം ഓൾമോസ്റ്റ് 99% സൊല്യൂഷൻസ് ഉണ്ട്. ഈ കമ്പനീനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെന്താ വെച്ചാൽ മൊഡ്യൂളുകളൊക്കെ തന്നെ റിപ്പയർ ചെയ്തെടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനിയിൽ ഒരു മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നില്ല, അത് അവൈലബിളും അല്ല, അതിനെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ട് വണ്ടി ഓടുന്ന കണ്ടീഷനാക്കി കൊടുക്കും? നമ്മൾ റിപ്പയർ ചെയ്യുന്നുണ്ട്. ചിപ്പും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സുകൾ എന്നാലും കമ്പനിയിൽ നിന്ന് ടോട്ടൽ ഒരു വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 22,000 രൂപ വരുന്നത് നമ്മളൊരു 10,000 രൂപയുടെ ഉള്ളിലൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. മാക്സിമം പോയുള്ളത് നോർമൽ ഫീസിന് 3,000, 1,500 ആ റേഞ്ചിലൊക്കെ കോസ്റ്റ് വരാറുണ്ട്. ഈ ഹൈഡ്രജൻ ഫ്യൂവൽ വന്നു കഴിഞ്ഞാലും EV അതിനോട് കണക്റ്റഡ് ആയിരിക്കും. EV വെഹിക്കിൾ അതിനോട് CNG പെട്രോൾ എന്നൊക്കെ പറയുന്ന പോലെ അതെ, ഈ IC എഞ്ചിനുള്ള മാതിരി തന്നെ ഈ ഇലക്ട്രിക്കൽ ഇതിൽ വർക്ക് ചെയ്യുന്ന മോട്ടറും അതിനോട് കണക്റ്റഡ് ഹൈബ്രിഡ് ടെക്നോളജികൾ വരുമ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകളൊക്കെ വരും. ഇപ്പോൾ മാർക്കറ്റിൽ പല രീതിയിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരീക്ഷണാടിസ്ഥാനത്ത് ഇപ്പോൾ വരുന്ന ടെക്നോളജി വണ്ടികളാണ് മാർക്കറ്റിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയാലും വരിക. ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ ബാറ്ററി ടെക്നോളജിയിലെ മാറ്റങ്ങൾ വരുള്ളൂ. പഴയ വണ്ടിയിൽ വന്ന ഈ പറഞ്ഞ 320 കിലോമീറ്റർ പറഞ്ഞ വണ്ടി, മൈലേജ് പറഞ്ഞ വണ്ടി 150-200 കിട്ടണുള്ളൂ എന്ന് പറഞ്ഞ വണ്ടികളുണ്ടല്ലോ, അത് ബാറ്ററിയുടെ ഒരു കപ്പാസിറ്റി പോരായ്മകൊണ്ടാണ് അതങ്ങനെ ആയിരുന്നത്. വാറണ്ടി കഴിഞ്ഞ വണ്ടി കമ്പനിയിൽ നിന്ന് ബാറ്ററി പാക്ക് ഒന്നാകെ മാറ്റാൻ പറഞ്ഞാലും നമുക്ക് പാക്ക് മൊത്തം മാറ്റുന്നതിന് പകരം ഉള്ളിലെ സെല്ലുകൾ മാത്രം മാർക്കറ്റിൽ ക്വാളിറ്റി ഉള്ള സെല്ല് നമുക്ക് ഇപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യത്തെ ടാറ്റയിൽ വന്ന ബാറ്ററി അല്ല ഇപ്പോൾ വരുന്ന ബാറ്ററി. അപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ച വണ്ടികളുടെ ബാറ്ററി ഓൾമോസ്റ്റ് വാറണ്ടി തീർന്നു തുടങ്ങി. ആ ബാറ്ററികൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബൈബാക്ക് എടുത്തിട്ട് പുതിയ മോഡല് ബാറ്ററി അതിന്റെ പാക്കിലേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ R&D ചെയ്ത് ഓടുന്നുണ്ട് വണ്ടിയിൽ. അപ്പോൾ അത് നിങ്ങൾ എത്ര ഗ്യാരണ്ടി? അത് നമ്മൾ അൺലിമിറ്റഡ് കിലോമീറ്ററും ഒരു 2 ഇയർ 3 ഇയർ ഒക്കെ വാറണ്ടി ആക്കി കൊടുക്കാനാണ് പ്ലാൻ. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് മന്ത് ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഇനാഗ്രേഷൻ നെക്സ്റ്റ് മന്ത് ഒക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ വർക്ക്ഷോപ്പിന്റെ. ഇപ്പോൾ വർക്ക് അടക്കം കണ്ടിട്ട് വർക്ക്ഷോപ്പ് പഴയ വർക്കുകൾ ഇങ്ങനെ നിലവിലുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വർക്ക്ഷോപ്പ് ഇനാഗ്രേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല, കാരണം മെഷീനറികൾ മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഭാവിയിൽ ഈ മെക്കാനിക്കൽ ഫീൽഡിൽ താല്പര്യമുള്ള
ആളുകൾക്ക് പഠിക്കാൻ നല്ലൊരു അവസരം. വയസ്സൊന്നും പ്രശ്നമല്ല, വയസ്സ് പ്രശ്നമല്ല. അപ്പൊ നിലവിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കും ഇതിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തോളൂ. കോട്ടക്കൽ ചെനക്കലിലാണ് ഈ സ്ഥാപനം വരുന്നത്. സ്റ്റഡി ക്ലാസ്സുകളുണ്ട്. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് തന്നെ ജോലിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.